നമസ്കാരം, TJ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബജാജിൻ്റെ വണ്ടീനെ പറ്റിയാണ്. ബജാജിൻ്റെ 2 വീലർ അതേപോലെ സ്കൂട്ടർ ചേതക്ക് ഇതിനെ പറ്റിയാണ് മെയിനായിട്ട് പറയുന്നത്. നിങ്ങളൊരു ബജാജിൻ്റെ വണ്ടി എന്തുകൊണ്ട് എടുക്കണം അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ബജാജിൻ്റെ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്കുള്ള മെച്ചം ഈ വീഡിയോയിലേക്കകത്ത് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. ഇത് ബജാജിൻ്റെ ഒരു പൾസറാണ്, പൾസർ 150 ആണ്, ഡെലിവറി ആയ വണ്ടിയാണ്. അപ്പോൾ നമുക്കൊരു ബജാജിൻ്റെ വണ്ടി എടുക്കുമ്പോൾ മെയിനായിട്ട് കസ്റ്റമർ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബജാജിൻ്റെ വണ്ടിക്ക് 10 വർഷം 1,20,000 കിലോമീറ്റർ വരെ എൻജിൻ വാറണ്ടി ഉണ്ട്. ഇതാണ് മെയിനായിട്ട് ബജാജിൻ്റെ വണ്ടിക്ക് വേറൊരു കമ്പനി കൊടുക്കാത്ത ഒരു ഓഫറാണ് ബജാജ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 10 വർഷത്തിനുള്ളിൽ എന്ത് സംഭവിച്ചാലും എന്ന് വെച്ചാൽ എൻജിൻ സംബന്ധമായ പിന്നെ വണ്ടിയുടെ വയറിങ് അങ്ങനെയുള്ള എന്ത് സംവിധാനം എന്ത് പ്രശ്നം പറ്റിക്കഴിഞ്ഞാലും അതിനെല്ലാം വാറണ്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഓരോ പീരിയോഡിക് സർവീസ് ഉണ്ട്. ഓരോ ഫസ്റ്റിലെ 500 കിലോമീറ്ററിൽ 750-നുള്ളിൽ ഫസ്റ്റ് സർവീസ്, പിന്നെ 5000 കിലോമീറ്റർ 10,000 കിലോമീറ്റർ ഒരു വർഷത്തിനിടയ്ക്ക്. അപ്പോൾ ഇത് ഫ്രീ സർവീസാണ്. നമുക്ക് ഓയിലിൻ്റെ പൈസ മാത്രമേ നമുക്ക് ഇതിലൂടെ എക്സ്ട്രാ ആ പാടെ വരുന്നുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ വർഷവും ഇതേപോലെ തന്നെ ഈ 15,000 കിലോമീറ്റർ, പിന്നെ 20,000 കിലോമീറ്റർ, 25,000 കിലോമീറ്റർ, അങ്ങനെ എല്ലാ 4 മാസം കൂടുമ്പോഴും നമ്മൾ വണ്ടിക്ക് സർവീസ് ഉണ്ട്. ഇങ്ങനെ 10 വർഷം വരെയുണ്ട്. ഈ 10 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് വാറണ്ടി കിട്ടുന്നത്. അപ്പോൾ ഈ ഓഫർ എന്ന് പറഞ്ഞാൽ ബജാജ് മാത്രം കൊടുക്കുന്നൊരു ഓഫറാണ്. അതാണ് ബജാജിൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഗുണം. പിന്നെ ഉള്ള ബജാജിൻ്റെ ഇപ്പം മെയിനായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയും നമ്മൾ ഓടുന്നില്ല, അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പം 4 മാസം കൊണ്ട് ഈ 4,500 കിലോമീറ്റർ എത്തുന്നില്ല എന്ന് പറയും. ഈ 4 മാസം കൊണ്ട് 4,500 കിലോമീറ്റർ എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. സർവീസ് വർക്ക് മാത്രം ചെയ്താൽ മതി. ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട. ഓയിൽ കുറവുള്ളത് ടോക്കപ്പ് ചെയ്യുക, ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ ഓരോ സർവീസിൻ്റെയും 5,000 കിലോമീറ്റർ അല്ലെങ്കിൽ 4,500 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് ഒരു 2,500 കിലോമീറ്റർ കഴിയുമ്പോൾ ജസ്റ്റ് നമ്മൾ ചേഞ്ച് ആയിട്ടാക്കാനും ഇതൊക്കെ പോകുമ്പോൾ ഒന്ന് ഓയിലിൻ്റെ അളവും കൂടെ ഒന്ന് നോക്കണം. ഒരു 2,500 കിലോമീറ്റർ കൂടുമ്പോൾ ഒരു 5,000 കിലോമീറ്റർ സർവീസ് ചെയ്യുമ്പോൾ 2,500 കിലോമീറ്റർ ആകുമ്പോൾ ഈ ഓയിലിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ടോക്കപ്പ് ചെയ്യുക. പിന്നെ പീരിയോഡിക് മെയിൻ്റനൻസ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇപ്പം നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫിൽട്ടർ, പ്ലഗ്, പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് കേബിൾ, ബ്രേക്ക് കേബിൾ, ആക്സിലറേറ്റർ കേബിൾ, ഇങ്ങനെയുള്ള ഓരോ ഇതുണ്ട്. പിന്നെ ക്ലച്ച് പറഞ്ഞ ഫിൽറ്ററുണ്ട്, സെൻട്രൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യൽ, ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് 10 വർഷം ഈ 1,20,000 കിലോമീറ്ററിനുള്ളിൽ ഒരു കുഴപ്പവും വരില്ല. അപ്പം നമുക്കിവിടെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇപ്പം എല്ലാ സർവീസിനിടയ്ക്കും നമ്മൾക്കിപ്പം BS6 വണ്ടി, BS6 ആണെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അത് എല്ലാ സർവീസിനും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻസർ നമ്മൾ എന്തെങ്കിലും പ്രശ്നമോ സെൻസറിൻ്റെ വാണിങ്ങോ അങ്ങനെ വരുമ്പോൾ മാത്രമല്ല, അല്ലാതെ നമ്മൾ സർവീസിനും ഇത് ചെക്ക് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അത് മസ്റ്റാണ്. അപ്പോൾ നമ്മളൊരു ബജാജിൻ്റെ വണ്ടി എടുത്ത കസ്റ്റമർ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം 4 മാസം കൂടുമ്പോൾ ഷോറൂമിൽ കയറ്റുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചെക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടുന്ന് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ബജാജിൻ്റെ വണ്ടി എടുത്തവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബജാജിൻ്റെ ഓയിലാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ബജാജിൻ്റെ ജെനുവിൻ ഓയിൽ, ബജാജ് DTSI എന്ന് പറഞ്ഞാൽ ഓയിൽ, അതാണ് കൃത്യമായിട്ട് മാറ്റേണ്ടത്. നമുക്ക് വേറൊരു ഓയിൽ അലോവ്ഡ് അല്ല. എന്ന് വെച്ചാൽ നമുക്ക് സെമി സിന്തറ്റിക് ഓയിലാണ് വരുന്നത്. ആ ഓയിലിനെ സംബന്ധിച്ച് നമുക്ക് സാധാരണ ലോക്കൽ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഹീറ്റിൻ്റെ പ്രശ്നം, പിന്നെ വണ്ടിക്ക് ഹീറ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ഹീറ്റ് കൊണ്ട് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ തേയ്മാനം കൂടുതൽ വരില്ല, പിന്നെ വേറെ ടയർ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബജാജ് ജെനുവിൻ ഓയിൽ തന്നെ ഒഴിക്കാൻ പറയുന്നത്. നമ്മുടെ ബജാജിൻ്റെ 2 വീലറിന് ഓരോ വണ്ടിക്കും ഓരോ ടൈപ്പ് എൻജിൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് CT 110, 110X, പ്ലാറ്റിന 100, 110, 110 ABS, പൾസർ 125, ഇത്രയും സീരീസിലുള്ള വണ്ടിക്ക് നമുക്ക് 10W30 എന്ന് പറഞ്ഞ ഓയിലാണ് ബജാജിൻ്റെ വരുന്നത്. അപ്പോൾ ഇതാണ് 10W30 വരുന്നത്. അപ്പോൾ നമുക്ക് CT 110X, പൾസർ 150, 180, അവഞ്ചർ 160, പൾസർ NS 125, 160, പൾസർ FN 250, ഈ വണ്ടിക്കെല്ലാം 2050 ഓയിലാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പം ഇത് നമുക്കതിന് ഓരോ കളർ വ്യത്യാസമുണ്ട് ഓയിലിന്.
പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NS 200, RS 200, പൾസർ 220, പിന്നെ അവഞ്ചർ 220. ഈ വണ്ടിക്ക് മൊത്തം 10W50 എന്ന് പറഞ്ഞിട്ട് 2050 അല്ലെങ്കിൽ 10W50 സിന്തറ്റിക്കാണ് ഇത് വരുന്നത്. സിന്തറ്റിക് അല്ലെങ്കിൽ നമുക്ക് ഈ 2050 തന്നെ നമുക്ക് ഒഴിക്കാം ഈ വണ്ടിക്കെല്ലാം. പിന്നെ വരുന്ന ഡോമിനർ സീരീസിന് മൊത്തം 10W50 എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ഓയിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ബജാജിൻ്റെ വണ്ടിക്ക് വരുന്നത്. അപ്പോൾ 4 ടൈപ്പ് ഓയിലാണ് ഇപ്പം നിലവിൽ ബജാജിൻ്റെ വണ്ടിക്ക് വരുന്നത്. പിന്നെ വരുന്നത് വെച്ചാൽ ബജാജിൻ്റെ ചെയിൻ്റെ ലൂബ്രിക്കൻ്റാണ്. അപ്പോൾ ഓക്കേസിൻ്റെ ആണ് വരുന്നത്. അപ്പോൾ അതെല്ലാം 500 കിലോമീറ്റർ കൂടുമ്പോഴും നമ്മൾ ചെയിന് സ്പ്രേ ചെയ്യുക. അതുകൂടാതെ തന്നെ 750-1000 കിലോമീറ്ററുള്ളിൽ വന്നിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ഇതാണ് മെയിനായിട്ട് ചെയിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ നമുക്ക് പീരിയോഡിക് മെയിൻ്റനൻസിന് വേണ്ട സാധനങ്ങൾ സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽട്ടർ, പിന്നെ നമ്മുടെ ഓയിൽ ഫിൽട്ടർ, ഡിസ്ക് പാഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻജിൻ ഓയിൽ 5000 കിലോമീറ്റർ ടോക്കപ്പ് അല്ലെങ്കിൽ 10000 കിലോമീറ്റർ വരെ ഉപയോഗിക്കുക എന്നുള്ള കണ്ടീഷനിലുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗ് ഓരോ സർവീസിനും നമ്മൾ ക്ലീൻ ചെയ്യണം. അതുകൂടാതെ തന്നെ 30,000 കിലോമീറ്ററുകളിൽ ഇത് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ് ബജാജ് പറയുന്നത്. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ഇത് പോയി കഴിഞ്ഞാൽ അതിന് മുമ്പേ മാറ്റാം. പ്ലഗിൻ്റെ പോയിന്റ് പോവുക അല്ലെങ്കിൽ ഷോർട്ട് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുമ്പേ നമുക്ക് മാറ്റാം. പിന്നെ മഴക്കാലത്ത് അതിന് മുമ്പേ പോകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ എയർ ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 കിലോമീറ്റർ കൂടുമ്പോൾ വൃത്തിയാക്കാം. ഓരോ സർവീസിന് വരുമ്പോൾ 15000 കിലോമീറ്റർ കൂടുമ്പോൾ മാറ്റുവാന്നാണ്. പിന്നെ അതേപോലെ തന്നെ ഓയിലിൻ്റെ സ്ട്രെയിനർ നമ്മൾ എല്ലാ സർവീസിനും ക്ലീൻ ആക്കേണ്ട ഇതുണ്ട്. പിന്നെ സെൻട്രൽ ഫ്യൂയൽ ഫിൽട്ടർ ആദ്യ സർവീസ്, പിന്നെ ഓരോ 20,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് വൃത്തിയാക്കേണ്ടത് സെൻട്രൽ ഫ്യൂയൽ ഫിൽട്ടർ. പിന്നെ വരുന്ന ഓയിൽ ഫിൽട്ടർ എല്ലാ ഓയിൽ ചേഞ്ചിൻ്റെ കൂടെ മാറ്റി വിടുന്നത്. ഡിസ്ക് പാഡ് 15000 കിലോമീറ്റർ അല്ലെങ്കിൽ തേഞ്ഞ് തീരുന്നതിനാണ് ഒരു കണ്ടീഷനിലാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കസ്റ്റമറും സ്വയം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ടയറിൻ്റെ പ്രഷർ അത് നമ്മളൊരു 1000-1500 കിലോമീറ്റർ കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ടയറിൻ്റെ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് ഷോട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതേപോലെ ഓയിൽ ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഒന്നെങ്കിലും നമുക്ക് ഓയിലിൻ്റെ മാർക്കുണ്ടോ ഓയിലിൻ്റെ ലെവൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അത് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഓയിൽ കുറയുന്നുണ്ടോ, അങ്ങനെ നമുക്ക് സർവീസ് കൂടെ ചിലപ്പോൾ ചില വണ്ടിക്ക് പെട്ടെന്നൊരു കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വാണിംഗ് ഇൻഡിക്കേറ്റർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ള ഷോറൂമിൽ സർവീസിന് വരിക. ഇത് മസ്റ്റാണ്. ഏതെങ്കിലും സെൻസറിൻ്റെ കംപ്ലയിൻറ്റ് വരുമ്പോൾ മാത്രമാണ് ഈ വാണിങ്ങിൻ്റെ ലൈറ്റ് കത്തുന്നത്. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ചെയിൻ ഓരോ സർവീസ് ചെയ്യുമ്പോഴും നമുക്ക് കവറില്ലാത്ത വണ്ടിയാണെങ്കിൽ 500 കിലോമീറ്റർ കൂടുമ്പോൾ ഒന്ന് ലൂബ്രിക്കേഷൻ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വരുന്നതാണെങ്കിൽ ചെയിൻ ഭയങ്കര ലൈഫായിരിക്കും. അപ്പം പിന്നെ പറയുന്നത് വെച്ചാൽ വണ്ടി എപ്പോഴും നമ്മൾ വൃത്തിയാക്കി ഇടുക. ഇതാണ് മെയിനായിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ബജാജിൻ്റെ അംഗീകൃത വർക്ക്ഷോപ്പിൽ മാത്രമേ ഈ പരിപാടികളെല്ലാം ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ബജാജ് മെയിനായിട്ട് കസ്റ്റമർക്ക് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഇത്രയും കാര്യമാണ് മെയിനായിട്ട് ബജാജ് കസ്റ്റമർക്ക് പറയുന്നത്. ഇനി ഇതിനകത്ത് ബജാജിൻ്റെ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് സാധാരണ എന്ന് പറഞ്ഞാൽ ലോക്കൽ സപ്പോർട്ട് തീരെ കുറവാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഈ വണ്ടിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പം നമുക്കൊരു വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളത് ബോസ് ടൂൾ വെച്ചിട്ട് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏത് സെൻസറാണ് കംപ്ലയിൻറ്റ്, ഇതിനകത്ത് എന്താണ് കുഴപ്പം, അതൊക്കെ നമുക്ക് ബോസ് ടൂൾ ചെയ്യുമ്പോൾ ഏത് സെൻസറിൻ്റെ ഹീറ്റ് സെൻസറോ ടെമ്പറേച്ചർ സെൻസറോ O2 സെൻസറോ അങ്ങനെ ഏത് സെൻസറിൻ്റെ കംപ്ലയിൻറ്റ് വെച്ചാൽ നമുക്ക് കൃത്യം അതിൻ്റെ ഡീറ്റെയിൽസ് തിരിയും. പക്ഷേ പുറമേ കാണിക്കുമ്പോൾ ഈ സെൻസർ ചെക്ക് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ECU അടിച്ചു പോയി കഴിഞ്ഞാൽ പ്രോഗ്രാം ചെയ്യാതെ വണ്ടി സ്റ്റാർട്ടാവില്ല. ചില കസ്റ്റമറെ പറഞ്ഞു വിടും ലോക്കലിൽ നിന്ന് ECU വാങ്ങിച്ചുകൊണ്ട് പോവാ സ്റ്റാർട്ടാവുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ കസ്റ്റമറോട് പറയുന്നുണ്ട് ECU വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല, നിങ്ങളവിടെ പോയി പ്രോഗ്രാം ചെയ്യാതെ ഈ വണ്ടി സ്റ്റാർട്ടാവില്ല, കൊണ്ടുപോകും അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരും. എന്നിട്ട് പറയും ഈ സാധനത്തിൻ്റെ കുഴപ്പമല്ല ചേട്ടാന്ന് പറയും. ഞാൻ പറയും ചേട്ടാ വണ്ടിക്ക് കൊണ്ടുവന്ന് പ്രോഗ്രാം ചെയ്താൽ വണ്ടി സ്റ്റാർട്ടാവും. അങ്ങനെ സ്റ്റാർട്ടാക്കി ഒരു 10 വണ്ടിയോളം ഞാൻ പല വർക്ക്ഷോപ്പിൽ നിന്നും ഇവിടുന്ന് സ്റ്റാർട്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും വിശ്വാസം കസ്റ്റമർക്ക് കുറവാണ്. നമുക്ക് അവരെ കാണുക തന്നെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേറെന്തോ ഉടായ്പ ചെയ്തിട്ടാണ് ഇത് സ്റ്റാർട്ടാക്കിയെന്നാണ് അവരുടെ ഒരു ചിന്തയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ വയറിങ്, ECU, ഇലക്ട്രിക്കൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ പുറമേ കാണിക്കാൻ നിൽക്കല്ലേ. ഇപ്പം കഴിഞ്ഞ ദിവസം വണ്ടിയുടെ വയറിങ് കത്തിയതെന്ന് പറഞ്ഞാൽ അവർ പുറമേ നിന്ന് കാണിച്ചിട്ട് കുറേ സ്ഥലത്ത് അവർ ഇൻസുലേഷൻ കീറി ജോയിൻ്റ് അടിക്കും എല്ലാം ചെയ്തു. അത് കറണ്ടിൻ്റെ പ്രശ്നം ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്താണ്. ഇതൊന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ബോസുള്ള ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് കൃത്യം തിരിയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വയറിംഗ് കിറ്റിന് തന്നെ പൾസറിൻ്റെയൊക്കെ ആണെങ്കിൽ 12,000 രൂപ അടുത്ത് വിലയുണ്ട്. അപ്പോൾ അത്രയും വിലയുള്ള സാധനമാണ് നിങ്ങൾ മുറിച്ചും കിറിച്ചുമായിട്ട് നശിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഇഷ്ടം പോലെ സർവീസ് ഉണ്ട്. കേരളത്തിലാണെങ്കിൽ
നമുക്ക് 10-100 ചില്ലറ സർവീസ് പോയിൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും സർവീസ് പോയിൻ്റ് ബജാജിൻ്റെ ഓതറൈസ് സർവീസ് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെയുണ്ട്. നമുക്ക് ബജാജിൻ്റെ വണ്ടി സർവീസ് ചെയ്യുമ്പോഴത്തേക്ക് ചില കസ്റ്റമർക്കൊരു ധാരണയുണ്ട്, ബജാജിൻ്റെ ഓയിൽ സാധനം മാറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര വിലയാവുന്നുണ്ട്, പിന്നെ ലോക്കൽ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ വില കുറവാണെന്ന്. നേരെ തിരിച്ചാണ്. ബജാജിൻ്റെ വണ്ടിക്കുള്ള വേറൊരു പ്രത്യേകതയാണ്, ബജാജിൻ്റെ ലോക്കൽ സ്പെയറിന് ബജാജിൻ്റെ ഓയിൽ സ്പെയറിനെക്കാട്ടും വില കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ഷൂ എടുത്താൽ തന്നെയും അല്ലെങ്കിൽ ഒരു സ്പാർക്ക് പ്ലഗ് എടുത്താൽ തന്നെയും അങ്ങനെ നമുക്കൊരു എയർ ഫിൽട്ടർ, അങ്ങനെ എന്ത് സാധനം, കേബിളുകൾ, എന്ത് സാധനം എടുത്താലും ബജാജിൻ്റെ ജെനുവിൻ സ്പെയറിനാണ് ലോക്കൽ സ്പെയറിനെക്കാട്ടും വില കുറവ്. അപ്പം പിന്നെ അതുകൂടാതെ തന്നെ ബജാജിൻ്റെ ജെനുവിൻ സ്പെയറിന് അതിനുള്ള ക്വാളിറ്റിയും കൂടുതലുണ്ട് മറ്റതിനേക്കാട്ട് അപേക്ഷിച്ചിട്ട്. അത് എല്ലാവർക്കും ഇപ്പം നമുക്ക് ബാക്കിയുള്ള കമ്പനീനെ വെച്ച് നോക്കുമ്പോൾ പകുതി പൈസയുള്ള ലോക്കൽ സ്പെയറിന്, പക്ഷേ ബജാജിൻ്റെ ലോക്കൽ സ്പെയറിനാണ് ബജാജിൻ്റെ ലോക്കൽ സ്പെയറിനാണ് വില കൂടുതൽ ഓയിൽ സ്പെയറിനെക്കാട്ടും. അപ്പോൾ അതാണ് കസ്റ്റമർക്കുള്ള മെയിനായിട്ടുള്ള ഒരു ധാരണയാണ്, ലോക്കൽ സ്പെയർ വാങ്ങിച്ചാൽ വില കുറവാണെന്ന്. അങ്ങനെ ഒരു ചിന്തയാണ്. അത് കാരണമാണ് ലോക്കൽ സ്പെയറിൽ പോകുന്ന ലോക്കൽ സർവീസിൽ പോകുന്ന കുറേ പേരുണ്ട്. പിന്നെ സർവീസിന് പോകുമ്പോൾ ലോക്കലിൽ ചെല്ലുമ്പോൾ ലേബർ ചാർജ് കുറവുണ്ടെന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. പക്ഷേ നമ്മളൊരു ഓയിൽ ചേഞ്ച് വരുമ്പോൾ നമുക്ക് പീരിയോഡിക് സർവീസ് എന്ന് പറഞ്ഞാൽ 18 പോയിൻറ്റ് ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. എയർ ഫിൽട്ടർ, പ്ലഗ്, ക്ലച്ച്, ബ്രേക്ക്, അങ്ങനെ നമ്മൾ ഓരോ ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലോക്കലിൽ പോകുകയാണെങ്കിൽ അവർ ആകെപ്പാടെ ചെയ്യുന്നത് ഓയിൽ മാത്രം ഉണ്ടാവും നോക്കും. ചില വണ്ടിയുടെ ഓയിൽ ഫിൽട്ടർ പോലും മാറ്റുന്നില്ല. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു വണ്ടി മിസ്സിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കസ്റ്റമർ വെച്ചപ്പോൾ കസ്റ്റമർ സർവീസ് ഇപ്പം ചെയ്തേ ഉള്ളൂ, ഓയിൽ മാറ്റിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ കസ്റ്റമർ മുമ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലഗ് അയച്ചപ്പോൾ പ്ലഗിനകത്ത് മൊത്തം കരി, പോയിൻറ്റും ഇല്ല. ഓയിൽ ഫിൽട്ടർ മൊത്തം ഡസ്റ്റ് ആയിരുന്നു, എയർ ഫിൽട്ടർ ഇല്ല, എയർ ഫിൽട്ടർ പൊടിഞ്ഞു പോയി. അപ്പോൾ സർവീസ് ചെയ്തിട്ട് ഒരാഴ്ചയായുള്ളൂ. അപ്പോൾ അയാൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവിടെ 100 രൂപ കൊടുത്താൽ മതി, ഇവിടെ ആകുമ്പോൾ 400 രൂപയാവും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ ചേട്ടന് ഒരു 10-20,000 കിലോമീറ്ററിൽ ഈ സാധനം അഴിച്ചിട്ടുമില്ല, ക്ലീൻ ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അത് കാരണമാണ് വണ്ടിക്ക് ഈ പ്രശ്നം വന്നത്. നമ്മൾ ഇതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ടറും ഇതെല്ലാം ടോട്ടൽ ബോഡി അഴിച്ച് ക്ലീൻ ചെയ്ത് മൊത്തം ക്ലീൻ ചെയ്തിട്ടാണ് വണ്ടിയുടെ മിസ്സിങ് ഒന്നും മാറിയത്. അപ്പോൾ നമ്മൾ ഒരു വണ്ടി നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബജാജിൻ്റെ ജെനുവിൻ ഓയിൽ, ജെനുവിൻ സ്പെയർ പാർട്സ്, പിന്നെ സർവീസ് സെൻറ്ററിൽ നിന്ന് കൃത്യമായിട്ട് സർവീസ്. ഇതാണ് നമ്മുടെ ഒരു വണ്ടിയുടെ ഹെൽത്തിന് ഏറ്റവും നല്ല സാധനം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ബജാജിൻ്റെ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ബജാജിൻ്റെ വണ്ടിയുടെ അത്രയും എൻജിൻ ലൈഫ് ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു കമ്പനി വേറെ, ബജാജ് അല്ലാതെ വേറൊരു കമ്പനി ഇല്ല. പിന്നെ ബജാജിൻ്റെ വണ്ടിയുടെ കിട്ടുന്ന ആ ബ്രേക്ക് സിസ്റ്റം, അതേപോലെ ഷോക്ക്, പിന്നെ കംഫോർട്ട്, പിന്നെ പവർ, ഇത് ഒരിക്കലും വേറൊരു വണ്ടിക്ക് കിട്ടുന്നില്ല. ബജാജ് അത്രയ്ക്കും മോഡേൺ ആയിട്ടാണ് ഇപ്പം വണ്ടി ഇറക്കുന്നത്. അതേപോലെ സർവീസിൻ്റെ കാര്യത്തിലും വാറണ്ടിയുടെ കാര്യത്തിലും ബജാജ് നമ്പർ 1 ആയിട്ടാണ്. നമ്പർ 1 സ്പോർട്സ് ബൈക്കും ബജാജിൻ്റെ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇതേപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.